അങ്ങനെ SIR കേരളത്തിൽ നടപ്പിലാവാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ കേരള സർക്കാരിന് SIR ഒരു കേന്ദ്രം ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറയാൻ ഉള്ള സാധ്യതകളുണ്ടോ, വകുപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? യെസ്. അപ്പോൾ SIR എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഓൾ ഇന്ത്യ പരമായിട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതായത് തീവ്ര വോട്ടർ പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിനും അത് നടപ്പിലാക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല എന്ന് പറയാൻ വകുപ്പില്ല. കാരണം ആർട്ടിക്കിൾ 324 ഒരു ബ്രാക്കറ്റിലെ R പ്രകാരം ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് PLOമാരെ നിയമിക്കേണ്ടത്. അതായത് ഈ സ്റ്റാഫ് ഉണ്ടാവുമല്ലോ, ഇലക്ഷനിൽ പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സ് ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാ ഇതിലും നിയമിക്കേണ്ട സ്റ്റേറ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ് ഇതിൽ നിന്ന് മാറി നിന്നാൽ കസേര തെറിക്കും. മനസ്സിലായില്ലേ? അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്ഥാനം പോകും, രാഷ്ട്രപതി ഭരണം വരും. അതായത് ഭരണഘടനാ ലംഘനമാണ്. നമ്മൾ ഈ ഭരണഘടന വല്ലപ്പോഴും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നടത്താൻ പോലെ വല്ലപ്പോഴും പൊടി തട്ടി എടുത്തൊന്ന് വായിക്കണം. ഓക്കെ, അപ്പോൾ മനസ്സിലാവും. സത്യം പറഞ്ഞാൽ നമ്മുടെ സർക്കാരിന് ഇതിനെ പറ്റിയൊരു അറിവില്ല എന്ന് നമ്മൾ കരുതരുത് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ്. പിന്നെ നമ്മുടെയൊക്കെ കണ്ണിൽ ഇങ്ങനെ പൊടി ഇടണമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗിമ്മിക്ക് കാണിച്ചാലല്ലേ അത് നടക്കൂ. മനസ്സിലായില്ലേ? ഇപ്പോ എന്താ പറയാ, ഒരു എക്സാമ്പിൾ, ഇപ്പോ എന്താ പറയാ, PM ശ്രീ വന്നു. നമ്മൾ PM ശ്രീ നടപ്പിലാക്കില്ല. കാരണം ഈ PM ശ്രീ വന്നാലുള്ള മെയിൻ കേരള സർക്കാർ ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ 4-5 മാസം കഴിഞ്ഞ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ഒരു കേന്ദ്രം ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതി, പ്രത്യേകിച്ചും നരേന്ദ്രമോദി ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി എന്നൊരു ഇമ്പാക്റ്റ് വന്നാൽ ഇതിൽ വലിയ പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഈ ഏത് ഗവൺമെന്റിനായാലും, ലെഫ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും, ഇവരുടെ ഒക്കെ മെയിൻ ആസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്കാണ്. ഇത്തരം സാഹചര്യത്തിൽ ഈ ഒരു ഇലക്ഷൻ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയാൽ അത് CPMനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. മനസ്സിലായില്ലേ? മറ്റുള്ള വോട്ട് പോലല്ല മുസ്ലിം വോട്ട്. ഒറ്റയടിക്ക് ഇതങ്ങോട്ട് തെന്നി മറിയും. പിന്നെ അത് എന്തായാലും നഷ്ടപ്പെടും, ഉറപ്പാണ്. ഈ മറ്റുള്ളവരെ പോലെ വോട്ട് ഷഫിളായി പോവില്ല, കൂട്ടത്തോടെ വോട്ടങ്ങ് മാറിപ്പോകും. മനസ്സിലായില്ലേ? അപ്പോൾ UDF പുറകെ എന്ന് പറഞ്ഞ് കൺവിൻസ് കൂടി ചെയ്താൽ പിന്നെ പറയണ്ടല്ലോ, തീർന്നു. അപ്പോൾ ഗവൺമെന്റ് CPM എന്ത് പോളിസി എടുത്തു? ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സെൻട്രൽ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പിൽ ഡൽഹിയിൽ പോയി ഒപ്പിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നടപ്പിലാക്കില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു വിചാരം വേണ്ട, നടക്കാത്ത കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോ തീരുമാനിച്ചു, നിങ്ങൾ CPM പറഞ്ഞു ഞങ്ങൾ നടത്തും, CPIയോട് പറഞ്ഞു നിങ്ങൾ എതിർത്തോളൂ, കുഴപ്പമില്ല നിങ്ങൾ എതിർത്തോളൂ. അങ്ങനെ വിഷയം ഡൈവേർട്ട് ചെയ്ത് വിടുക. അത് ഇവരുടെ ഒരു മെയിൻ പോളിസിയാണ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ വിഷയങ്ങളും അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോ ഹിജാബ് വിഷയം ആയിക്കോട്ടെ, ഹിജാബ് വിഷയത്തിൽ എന്താ സംഭവിച്ചത്? ഇപ്പൊ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി എന്താണ് പറഞ്ഞത്? ഇപ്പുറത്തെ സൈഡിൽ വന്ന് പറയും, ആ കുട്ടിയുടെ ഭാഗത്ത് നിന്നിട്ട് പറയും, എന്ത് പറയും, അത് കുട്ടിയുടെ അവകാശമാണ്, വേറെ വർത്താനൊന്നുമില്ല. ഓക്കെ, അവകാശമാണ്, എന്താ പറയാ, വിദ്യാലയങ്ങളിൽ ജാതി മതം കലർത്താൻ പാടില്ല, എല്ലാം ഈക്വലാണ്. കുറച്ചു നേരം ഇപ്പുറം വന്ന് നിന്നിട്ട് അവിടുത്തെ അപ്പോ ഒരു ബൈറ്റ് വരും, എന്ത് പറയും, ഇങ്ങനെ മീഡിയക്കാർ ചോദിക്കുമല്ല, അപ്പോ ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത് അതൊരു ഫുൾ ടീം ഇതാക്കുന്നതാണല്ലോ. അപ്പൊ ഒരു സ്കൂളില് അതിനായിട്ട് നിയമങ്ങളുണ്ടല്ലോ. മാത്രമല്ല അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് കാര്യമായ റോളില്ല, CBSE സ്കൂളാണ്. അപ്പോ ഈ വിദ്യാഭ്യാസ വകുപ്പിലോ കാര്യമായ റോളൊന്നും ഇല്ല. അപ്പൊ നേരെ പ്ലേറ്റ് മാറ്റും. എന്താക്കും? അല്ല, ഒരു സ്കൂളൊക്കെ ആണല്ലോ, അവര് എന്താ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടത്തുകയാണല്ലോ, അതിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ലല്ലോ എന്നും പറയുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള രീതികളാണ് ഇത് പോകുന്നത്. പിന്നെ എന്തുമായിക്കോട്ടെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ, നരേന്ദ്രമോദിയുടെ ഒരു പ്രോക്സിയാണെന്ന് എന്നെ പറയാം പിണറായി വിജയൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പോ കേന്ദ്രം എന്ത് പദ്ധതി നടപ്പിലാക്കുന്നോ അതിനേക്കാൾ സ്പീഡിലാണ് കേരളത്തിൽ ആ പദ്ധതി വരുന്നത്. പക്ഷേ അതിനെ ഒന്ന് പോളിഷ് ചെയ്യുമെന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ പൗരത്വ ഭേദഗതി നിയമം വന്നു. പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കില്ല, നെഹി പറഞ്ഞ നെഹി. പക്ഷെ നമ്മൾ കണ്ടല്ലോ,
കൊല്ലത്തും വയനാട്ടിലൊക്കെ നമ്മൾ കരുതൽ കേന്ദ്രം എന്ന് പറഞ്ഞ കുറെ സ്ഥാപനങ്ങളൊക്കെ വന്നു. എന്താണ് കരുതൽ കേന്ദ്രം? എന്താ സംഭവം? എന്താ അറിയോ? ഡിറ്റൻഷൻ സെന്റർ ആട്ടോ. എങ്ങനെയാണ് ഈ പൗരത്വത്തില് വ്യാജ പൗരത്വം ഉള്ളവരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസിൽ പെട്ടവരെ പാർപ്പിക്കാനുള്ള സ്ഥലമാണ്. പക്ഷെ എന്താണ് കരുതൽ കേന്ദ്രം? എല്ലാം ഓക്കെ, ഹാപ്പി. അതുപോലെ എന്തും ആയിക്കോട്ടെ, അതേപോലെ അത്രയേ ഉള്ളൂ ഇത്. കാരണം അവർക്ക് തന്നെ അറിയാം ഇതിനൊന്നും ഒരു കാര്യമില്ല. കാരണം സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രോഗ്രാം ആവിഷ്കരിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് അതിന് മുടക്കം നിൽക്കാൻ പാടില്ല. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്താ ചെയ്യാ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ചില ഗിമിക്കുകൾ അത്ര മാത്രമേ ഇതിനെ നമ്മൾ കാണേണ്ടതുള്ളൂ. ഓക്കെ.